മാഷാ അല്ലാഹ് മഹാനായ അഹ്മദു ശിറാസി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്. അവിടുന്ന് വലിയ മഹാനാണ്. അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞപ്പോ ജാഅ റജുലുൻ ഇലാ ഇബ്നിഹി, അവിടുത്തെ മകന്റെ അടുക്കലേക്ക് ഒരാൾ വരികയാണ്. എന്നിട്ട് മോനോട് പറയുന്നു, മോനെ റഅയ്തു അബാക ഫിന്നൗം, നിങ്ങളുടെ ബാപ്പയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു മോനെ. മാഷാ അല്ലാഹ്, ആരെയാണ് കാണുന്നത്? അഹ്മദു ശിറാസി റളിയല്ലാഹു അൻഹുവിനെയാണ്. വലിയ മുഹദ്ദിസാണ്, വലിയ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. അതേ വലിയ ആലിമാണ്, വലിയ ആബിദാണ്, ആശിഖുർ റസൂലാണ്. അവിടുത്തെ ഞാൻ കണ്ടു എന്ന് ഒരാൾ വന്ന് മോനോട് പറയുകയാണ്. അല്ലാഹു വഹുവ ഫിൽ മിഹ്റാബ് വാഖിഫുൻ ഫീ ജാമിഇ ശിറാസ്. മോനെ, നിങ്ങളുടെ ബാപ്പ ഷിറാസ് പള്ളിയുടെ മിമ്പറിന്റെ സമീപത്ത്, മിഹ്റാബിന്റെ സമീപത്ത് ഇരിക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. മാഷാ അല്ലാഹ്, അവരുടെ കയ്യിൽ വസ്ത്രമുണ്ട്. ഹുല്ലത്തുൻ വഅലൈഹി ഹുല്ല, അവരുടെ കയ്യിൽ വസ്ത്രമുണ്ട്. എങ്ങനെയുള്ള വസ്ത്രമാണ്? നല്ല പുതിയ മുന്തിയ വസ്ത്രമാണ്. നല്ല മുന്തിയ ഒരു ജോഡി വസ്ത്രം അവരുടെ കയ്യിലുണ്ട് മോനെ. മാഷാ അല്ലാഹ്, മാത്രവുമല്ല അവരുടെ തലയുടെ മുകളിൽ ഒരു വലിയ കിരീടമുണ്ട് മോനെ. അപ്പോൾ ഞാൻ മഹാനായ ഇമാം അഹ്മദു ശിറാസി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളെ അല്ലാഹു എന്താണ് ചെയ്തത്? അപ്പോൾ ആ ബാപ്പ പറയാണ്, മോനെ, എനിക്കല്ലാഹു പുറത്തു തന്നു. അതുപോലെ വാക്റമനി, എന്നെ അല്ലാഹു ബഹുമാനിച്ചു. വദ്ഖലനി അൽ ജന്ന, എന്നെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു മോനെ. മാഷാ അല്ലാഹ്, മകനോട് വന്നിട്ടാണിത് പറയുന്നത്. വല്ലാത്ത സന്തോഷമല്ലേ? അഹ്മദു ശിറാസി റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് വന്ന് പറയുന്ന സംഭവം. മാഷാ അല്ലാഹ്, എനിക്കല്ലാഹു പുറത്തു തന്നു, എന്നെ അല്ലാഹു ബഹുമാനിച്ചു. അപ്പോൾ ഞാൻ ആ ബാപ്പയോട് ചോദിച്ചു, മോനെ, ഞാൻ ബാപ്പയോട് ചോദിച്ചു, ബിമാദാ, എന്തുകൊണ്ടാണ് അല്ലാഹു നിങ്ങളെ ബഹുമാനിച്ചത്? എന്ത് കാരണത്താലാണ് അല്ലാഹു നിങ്ങൾക്ക് നല്ല സ്വർഗം തന്നത്? അല്ലാഹു നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരാനുള്ള കാരണം എന്താണ്? ബികസറത്തി സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ഞാൻ ചൊല്ലിയ കാരണത്താലാണ് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദവി തന്നത് എന്ന് മഹാനായ മുഹദ്ദിസ് അഹ്മദു ശിറാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഓ മദനിയം കുടുംബങ്ങളെ, മുത്തുമുമിനിയാത്തുകളെ, മുത്തുമുമിനിങ്ങളെ, സ്വലാത്ത് ധാരാളമായി ചൊല്ലണേ. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. സ്വലാത്ത് സ്വർഗം കിട്ടാനുള്ള കാരണമാണ്. സ്വലാത്ത് ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ്. സ്വലാത്ത് അല്ലാഹു നമ്മളെ ബഹുമാനിക്കാനുള്ള കാരണമാണ്. സ്വലാത്ത് നമുക്ക് വലിയ പദവികൾ ലഭിക്കാനുള്ള കാരണമാണ്. സ്വലാത്ത് സർവത്തിൻ്റെയും വിജയമാണ്. സ്വലാത്ത് സർവ്വതും നമുക്ക് തരും. സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും കൂലിയാണ്. സ്വലാത്ത് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള അമലാണ്. അതുകൊണ്ട് സ്വലാത്ത് ധാരാളമായി ചൊല്ലണേ. അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന മുത്തുമൂമിനീങ്ങളിൽ, മുത്തുമൂമിനാത്തുകളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ.